സെൻട്രൽ ജയിലിൻ്റെ മുൻപിൽ അധികം ആളുകളൊന്നുമില്ല. ഒരു 5-6 ആളുകൾ മാത്രമാണ് ഒരു അദ്ദേഹത്തിൻ്റെ അനുഭാവികൾ എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നത്. മറ്റാരും തന്നെ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെയില്ല. നമ്മൾ കണ്ടതാണ്. വീട്ടിലായാലും അല്ലെങ്കിൽ വൈദ്യപരിശോധന നടന്ന ജില്ലാ ആശുപത്രിയിലേക്കായാലും അല്ലെങ്കിൽ കോടതി വളപ്പിലായാലും നിറയെ DMK-യുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അവർ MLA-ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തവനൂർ ജയിലിലേക്ക് ഈ സമയത്തേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രവർത്തകരായി ആരും തന്നെ ഇല്ല. ഇനി നാളെ ജാമ്യ നടപടികളിലേക്ക് കടക്കും. അതിൽ കോടതിയുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. അത് രാഷ്ട്രീയമായി തന്നെ വളരെ നിർണായകമായിരിക്കും. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുറത്തു വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വാഹനം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം, അതായത് ഇനി നിമിഷങ്ങൾക്കകം തന്നെ PV അൻവറുമായുള്ള പോലീസ് വാഹനം ഇങ്ങോട്ടേക്ക് എത്തും. വലിയ സുരക്ഷ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. കാരണം DMK പ്രവർത്തകരല്ലാത്ത ആളുകൾ കൂടി ഇതിൽ ഉണ്ട് എന്നുള്ളതും അതിൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകും എന്നുള്ളൊക്കെയുള്ള ചില സൂചനകൾ ഇന്റലിജൻസിൽ നിന്നൊക്കെ ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുരക്ഷ ഒരുക്കി തന്നെയാണ് ഈ നിലമ്പൂരിൽ നിന്ന് തവനൂർ വരെയും PV അൻവറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിലാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് ഇറക്കി അവിടെ ഒരു വൈദ്യപരിശോധന നടത്തിയത്. ആ വൈദ്യപരിശോധന ഏകദേശം ഒരു 15 മിനിറ്റോളമാണ് നീണ്ടുനിന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ നടപടിക്രമം എന്നുള്ളതാണ് അറിയുന്നത്. ശേഷമാണ് ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നത്. ജനപ്രതിനിധി നിയമം 135 സെക്ഷൻ A പ്രകാരം ഈ MLA-മാർക്കുള്ള ഇമ്മ്യൂണിറ്റി അത് സഭ സമ്മേളിക്കുമ്പോഴോ അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും കമ്മിറ്റിയിലുള്ളപ്പോഴോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആനുകൂല്യമൊന്നും PV അൻവർ MLA-യുടെ അറസ്റ്റിന് ഉണ്ടായിട്ടില്ല. ആ പ്രിവിലേജുകൾക്ക് അദ്ദേഹം ഇപ്പോൾ ഈ ഘട്ടത്തിൽ യോഗ്യനല്ല. സഭ സമ്മേളിക്കുന്ന കാലമല്ല. അതിനപ്പുറത്തേക്ക് നിയമസഭയുടെ ഒരു കമ്മിറ്റിയിലും അദ്ദേഹം ഇപ്പോൾ അംഗമല്ല. ആ ഇമ്മ്യൂണിറ്റികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചുമത്തിയ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് അത് അർഹിക്കുന്ന അറസ്റ്റ് കൂടിയാണ്. ചുമത്തിയ വകുപ്പുകൾ പ്രകാരമാണെങ്കിൽ അസാധാരണമായ ഒന്നുമില്ല, അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ PDPP ആക്ടിനൊക്കെ ഒരു രാത്രി MLA ഇത്ര നാടകീയമായി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ ഉയർത്തുന്നത്. വിപിൻ സി വിജയൻ തന്നെ തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നമ്മൾക്ക് മുമ്പേ ഉണ്ട്. ഈ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ സ്വാഭാവികമായ ഒരു ആരോഗ്യ പരിശോധന ഉണ്ടാകും. ജയിലിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള ആ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കി പോലീസ് വാഹന വ്യൂഹം PV അൻവറുമായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ഈ ഏകദേശം റിമാൻഡ് കഴിഞ്ഞ് 2-2.5 മണിക്കൂർ പിന്നിടുമ്പോൾ ജയിലിലേക്ക് എത്തുകയാണ്, തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തുകയാണ് PV അൻവർ MLA. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനായിരിക്കും നീക്കം. PDPP ആക്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ജാമ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചതിനൊക്കെ പരമാവധി പിഴത്തുക കെട്ടിവെച്ചാൽ പൊതുവെ ജാമ്യം കൊടുക്കുന്ന വകുപ്പ് കൂടിയാണ്. നേരത്തെ ഈ മാത്യു കുള്ളാണ്ട് MLA-ക്കെതിരെയൊക്കെ സമാനമായ കേസ് ചുമത്തിയ സമയത്തൊക്കെ ജാമ്യം കിട്ടും നമ്മൾ കണ്ടതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അത് തിരിച്ചായിരുന്നു, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന ആകാംക്ഷയോടെ നിൽക്കുന്നു. ജാമ്യം കിട്ടാൻ സാധ്യത കൂടിയുള്ള കേസാണ്. ഇൻ കേസ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് അദ്ദേഹം പോകുമോ, 14 ദിവസത്തേക്ക് റിമാൻഡ് തുടരുമോ, അങ്ങനെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡിലായാൽ സഭ സമ്മേളിക്കുമ്പോൾ PV അൻവർ MLA സഭയായിരിക്കുമെന്ന് കൂടി പ്രത്യേകത കൂടി, PV അൻവർ MLA ജയിലിലായിരിക്കുന്ന സഭ എന്ന പ്രത്യേകത കൂടി ഉണ്ടാവും. ഇപ്പോൾ വിപിൻ സി വിജയൻ നമ്മോടൊപ്പം വീണ്ടും ചെയ്യുന്നു. വിപിൻ, ഏറെക്കുറെ എത്താറായി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ, കുറ്റിപ്പുറം പാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. അതിനുള്ളിൽ തന്നെ ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചേരും. കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് ഇപ്പോൾ ഈ വഴി എത്തും എന്നുള്ളതാണ് കരുതുന്നത്. ഇവിടെ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പുലർച്ചെ 2 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ പകലിന്. ആ പകൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ജാമ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഏകദേശം എന്തായിരിക്കും ഇനി ഒരു കോടതിയുടെ ഒരു നടപടി എന്നുള്ളതിൽ ആണ് ഇനി ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യമുള്ളത്. കാരണം ഇനി എന്തായിരിക്കും, റിമാൻഡ് ആണോ അതല്ല ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ പൊതുമുതൽ നശിപ്പിക്കുക, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്നുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്.